വളരെ സന്തോഷം നിറഞ്ഞ ഒരു മാസമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുപ്രധാനമായ 4 സംഭവങ്ങൾക്ക് നമ്മുടെ കുടുംബം വിധേയമാകേണ്ടി വന്നു. ഒന്നാമതായിട്ട് ജോൺസിൻ്റെ ബർത്ത്ഡേ. ആ ബർത്ത്ഡേ നമ്മൾ ആചരിക്കുന്നതാണ്. ജോൺസിൻ്റെ ബർത്ത്ഡേക്ക് സർവ്വവിധ മംഗളങ്ങളും നേരുന്നു. രണ്ടാമതായിട്ട് ഉള്ളത് എഡ്വിൻ്റെ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വളരെ വളരെ ശോഭനമായ റിസൾട്ടാണ്. അവന് ICSE സിലബസ് പ്രകാരം 96% മാർക്കാണ് അവന് ലഭിച്ചിരിക്കുന്നത്. അത് സാധാരണ സിലബസ് അനുസരിച്ചാണെങ്കിൽ 100% മാർക്ക് തുല്യമായിട്ട് കണക്കാക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഇത്ര ഉയർന്ന വിജയ ശതമാനം കരസ്ഥമാക്കിയ എഡ്വിൻ ജോൺ വിജയനെ സർവ്വവിധ മംഗളങ്ങൾ നേരുന്നു. ഉയർന്നു പഠിക്കുമ്പോൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എഡ്വിൻ ജോൺ വിജയ് എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. മൂന്നാമതായിട്ട് ഹിത ജോൺ ഒരു ചരിത്ര സംഭവം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. 1200 മാർക്കും കരഗതമാക്കിയിട്ട് പ്രശസ്തമായ വിജയം നേടിയിരിക്കുകയാണ്. കേരള സംസ്ഥാനത്തിന്റെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിട്ട് ഹിത തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഹിത 1200 മാർക്കും കിട്ടുക എന്നുള്ളത് നമ്മുടെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യത്തെ സംഭവമാണ് എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ ഹിതയെയും ഈ നമ്മുടെ ഈ സംഗമത്തിനെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എങ്കിലും വളരെ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു താരമാണ് നമ്മുടെ ഏഞ്ചലിൻ മോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോളാണ്. അവളുടെ ബർത്ത്ഡേക്ക് നമ്മൾ ഭംഗിയായിട്ട് ആചരിച്ചു. ഏഞ്ചലിൻ ഇവിടെയുണ്ട്. ഏഞ്ചലിനെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് ആദ്യം എന്താണ് ജോൺസ് സിജിനെ ക്ഷണിക്കുന്നു. അമ്മാമ്മ സമ്മാനം നൽകുന്നതാണ്. രണ്ടാമതായിട്ട് 1,00,000 രൂപ 10ാം ക്ലാസ്സിലെ ഏറ്റവും ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ എഡ്വിൻ ജോൺ. ഈ 1,00,000 രൂപ വാങ്ങിക്കാനായിട്ട് എഡ്വിൻ്റെ ഈ സമ്മാനിക്കാനായിട്ട് എഡ്വിനെ സന്തോഷം ക്ഷണിക്കുന്നു. മൂന്നാമതായിട്ട് എന്താ പറയുക, സ്തുത്യർഹമായ പ്രശംസനീയമായ വിജയം കരസ്ഥമാക്കിയ ഹിതയെ 1200 മാർക്കും കരഗതമാക്കി എറണാകുളത്തിന്റെ കണ്ണിലുണ്ണിയായി വിലസുന്ന വാർണ പഞ്ചായത്തിന്റെ ഓമനപുത്രിയായി ഹിതയെ 1,00,000 രൂപ സമ്മാനമായി വാങ്ങിക്കുന്നതിന് സസ്നേഹം ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു സന്തോഷകാര്യം കൂടി, നമ്മുടെ സൗമ്യ അസിസ്റ്റന്റ് മാനേജറായിട്ട് പ്രൊമോഷൻ ലഭിച്ചിരിക്കുകയാണ്. അസിസ്റ്റന്റ് മാനേജർ എന്ന് പറഞ്ഞാൽ സാധാരണ ഹെഡ് മാസ്റ്റർക്ക് ഒരു അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പാൾക്ക് ഡെപ്യൂട്ടി പ്രിൻസിപ്പാളൊക്കെ ഉണ്ടാവും. അതുപോലെ മാനേജറിന്റെ തൊട്ട് താഴെയുള്ള സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഈ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്നത്. അങ്ങനെ അസിസ്റ്റന്റ് മാനേജറായിട്ട് പ്രൊമോഷൻ ലഭിച്ച സൗമ്യയെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എൻ്റെ അഭിനന്ദനം